ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 13ാമത്തെ പാർട്ടാണേ. നമുക്ക് പാർട്ടിലേക്ക് പോയാലോ? കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. പറഞ്ഞേ, ദത്തനോട് ഇന്ന് തന്നെ എല്ലാം ചോദിക്കട്ടാ. കോളേജിൽ നിന്ന് ഇറങ്ങാൻ നേരം വേണി പറഞ്ഞു. പറയാം. എന്നാ ശരി, നാളെ കാണാം. പോലീസ് പിടിച്ചില്ലെങ്കിൽ നാളെ കാണാന്ന് പറഞ്ഞു മോളെ. അത് പറഞ്ഞ് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അനുവും വേണിയും സൂപ്പർ മാർക്കറ്റിലേക്കും. വീട്ടിലെത്തിയതും പറഞ്ഞ വേഗം യൂണിഫോം എല്ലാം മാറ്റി ചായ വെച്ച് കുടിച്ചു. ചെടികൾ നനച്ചു. വിളക്ക് വെച്ച് അവർ ഉമ്മറപ്പടിയിൽ തത്തിനെയും കാത്തിരുന്നു. അവനിങ്ങോട്ട് വരട്ടെ, അവന്റെ അക്കൗണ്ടിൽ എങ്ങനെ ഇത്രയും പൈസ വന്നു എന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. അവൾ ഓരോന്നും മനസ്സിൽ ഉറപ്പിച്ചു. നേരം ഇരുട്ടാവാൻ തുടങ്ങി. ആരോ ഒരാൾ പടിക്കെട്ട് കടന്ന് അകത്തേക്ക് വരുന്നത് കണ്ട് വർണ്ണ സ്റ്റെപ്പിൽ നിന്ന് എണീറ്റ് നിന്നു. വൈറ്റ് കളർ ഷർട്ടും ബ്ലൂ കളർ ജീൻസുമാണ് വേഷം. കാണാൻ നല്ല ഭംഗിയുള്ള ചെറുപ്പക്കാരൻ. ഇത് ദേവന്റെ വീടല്ലേ? എന്താ? ഓ സോറി, ഇത് ദേവദത്തിന്റെ വീടല്ലേ? അതെ, ആരാ? ഞാൻ പാർത്തിക്. ദേവദത്തിന്റെ ഇവിടെയല്ലേ താമസം? അവനിവിടെ ഇല്ലേ? ഇല്ല, പുറത്തു പോയിക്കുക. വരാൻ വൈകോ? വൈകുന്നാ പറഞ്ഞേ. എന്നാൽ വന്ന പാർട്ടിക്ക് വന്നിരുന്നു എന്ന് പറഞ്ഞാ മതി. സബ് ഇൻസ്പെക്ടർ പാർട്ടിക്ക് എന്ന് പറഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും. പോലീസാണോ? ഈ നാട്ടിൽ സബ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ പോലീസ് തന്നെയല്ലേ? അതെന്ന് തോന്നുന്നു. നിഷ്കളങ്കമായി വർണ്ണ പറയുന്നത് കേട്ട് അയാൾ ഒന്ന് ചിരിച്ച് പുറത്തേക്ക് നടന്നു. ഇയാള് ദേവദത്തിന്റെ ആരാന്നാ പറഞ്ഞേ? മുന്നോട്ട് പോയ ആള് തിരികെ വന്നുകൊണ്ട് ചോദിച്ചു. അതിന് ഞാൻ ആരാന്ന് പറഞ്ഞില്ലാലോ. എന്നാ ഇനി പറയാലോ. ഇയാള് ദേവദത്തിന്റെ ആരാ? ഈശ്വര, പെട്ടു. ഞാൻ ആരാന്നാ പറയാ? വൈഫാന്ന് പറഞ്ഞ ദത്തന് പകരം ഇയാൾ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാലോ? ഫ്രണ്ടാന്ന് പറയാലേ? അത് സെർവന്റാന്ന് പറഞ്ഞാലോ? വർണ്ണ ആത്മകഥിച്ചു. എടോ, ഞാൻ തന്നോടാ ചോദിച്ചേ, തന്റെ പേരെന്താ? വർണ്ണാന്നാ. ഞാൻ ദത്തന്റെ അപ്പോഴേക്കും ദത്തന്റെ ബുള്ളറ്റിന്റെ ശബ്ദം കേട്ട് റോഡിൽ നിന്നും കേട്ടു. പടി കടന്ന് അകത്തേക്ക് വന്ന ദത്തൻ മുറ്റത്ത് നിൽക്കുന്ന ആളെ കണ്ട് ദേഷ്യത്താൽ മുഖം വലിഞ്ഞു മുറുകി. നീ എന്താ? ദത്തൻ ഗൗരവത്തിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു. ഞാൻ നിന്നൊന്ന് കാണാൻ വന്നതാ ദേവാ. എന്നെയോ? എന്താ കാര്യം? ദത്തൻ പുച്ഛത്തോട് ചോദിച്ചു. എന്താ കാര്യം നിനക്കറിയാലോ ദേവാ, പിന്നെന്തിനാ ഇങ്ങനൊരു ചോദ്യം? എനിക്കറിയില്ല. ശരി, എങ്കിൽ ഞാൻ തന്നെ പറയാം. നീ പാലക്കൽ തറവാടിലേക്ക് തിരികെ വരണം. നിനക്ക് വേണ്ടി അവിടെ ഇപ്പോഴും പാറു കാത്തിരിക്കുന്നേ. എനിക്ക് വേണ്ടിയോ? ഞാൻ ആരോടും കാത്തിരിക്കാനായിട്ട് പറഞ്ഞിട്ടില്ല. ഇതേക്കുറിച്ച് പറയാനാണ് വന്നതെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ പാർത്തിക്. ഇല്ല, നിനക്ക് വേണ്ടി കാത്തിരിക്കവൾ. നീ അണീച്ച മോതിരം വിരലിലിട്ടുകൊണ്ട്. എന്റെ കുട്ടിക്ക് നിന്നെ വേണം. നീ എന്റെ ഒപ്പം വരണം ദേവാ. അപ്പൊ അതാണ് കാര്യം. പുന്നാര അനീതിക്ക് ഒരു ചെക്കനെ തേടി ഇറങ്ങിയതാണ് അപ്പൊ സബ് ഇൻസ്പെക്ടർ പാർത്തിക്. സാറിന്റെ പിടിപാട് വെച്ച് നാട്ടിൽ തന്നെ വലിയൊരു നല്ല പയ്യനെ അന്വേഷിക്കായിരുന്നില്ലേ? എന്തിനാ വെറുതെ ഇത്രയും ദൂരം വന്ന് കഷ്ടപ്പെട്ടെ? ദേവാ, നിനക്ക് എന്നോട് ദേഷ്യാണെന്ന് എനിക്കറിയാം. അതെല്ലാം മനസ്സിൽ വെച്ചാണ് നീ ഇപ്പോൾ സംസാരിക്കുന്നതും. ഞാൻ നിന്നോട് എത്ര വേണമെങ്കിലും ക്ഷമ ചോദിക്കാം. ദയവ് ചെയ്ത് എന്റെ അനിയത്തിയുടെ ജീവിതം വെച്ച് കളിക്കരുത്. അപ്പൊ നീയൊക്കെ എന്റെ ജീവിതം വെച്ച് കളിച്ചതോ? എന്റെ ജീവിതം, ഭാവി, സ്വപ്നങ്ങൾ എല്ലാം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നീയും നിന്റെ തന്തയും കൂടെ തകർത്തില്ലേ? അതിന് നിന്റെ അനിയത്തി പാർവതി, അവളും കൂടെ കൂട്ടുനിന്നില്ലേ? അവസാനം അവളുടെ ഒരു പ്രേമവും മണ്ണാകട്ടെ. അങ്ങനെ ഒരു സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ നിന്റെ ഭാര്യയായിട്ട് അവൾ നിന്റെ കൂടെ ഉണ്ടായിരുന്നു ദേവാ. അവളുടെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക്. നീ തിരികെ വാ. തറവാട്ടിൽ താമസിക്കാൻ നിനക്ക് മടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വേറൊരു വീട് എടുത്തു തരാം. നീ പറയുന്ന സ്റ്റേഷനിൽ നിനക്ക് ജോലിക്കും കയറാം. ഇങ്ങനെയൊക്കെ ചെയ്ത എന്റെ ജീവിതം പഴയ പോലെ ആവോ? ഇല്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ പാറുവിന്റെ സന്തോഷമാണ് എനിക്ക് വലുത്. അവൾ നിന്നെ വേണമെന്ന് വെച്ച് ചതിച്ചതല്ല ദേവാ, അത് നിനക്കറിയാലോ. വേണ്ട, ഇനി പാർവതിന്ന് ഒരു വാക്ക് നീ മിണ്ടിപ്പോകരുത്.
അവൾ ചെയ്തതിന് അവളുടെ മുഖടിച്ച് ഞാൻ പൊട്ടിക്കേണ്ടതാണ്. പക്ഷെ തല്ലാനാണെങ്കിലും തലോടാനാണെങ്കിലും ദത്തന്റെ ഈ കൈ ഈ ഭൂമിയിലെ ഒരു പെണ്ണിന്റെ മേൽ മാത്രമേ പതിയൂ. അവൾ മാത്രമായിരിക്കും ജീവിതാവസാനം വരെ ഈ ദത്തന്റെ പെണ്ണ്. ഇല്ല ദത്ത, എന്റെ പാറു അല്ലാതെ വേറൊരു പെണ്ണ് നിന്റെ ജീവിതത്തിൽ വരാൻ ഞാൻ സമ്മതിക്കില്ല. കഴിഞ്ഞ 4 വർഷം നിനക്ക് വേണ്ടിയാണ് അവൾ കാത്തിരിക്കുന്നത്. നീ അവളുടെ വിരലിൽ അണിയിച്ച ദേവദത്തൻ എന്ന് എഴുതിയ മോതിരം മാത്രം മതി നീ അവളുടെ മാത്രമാണെന്ന തെളിവ്. അത് നിങ്ങൾ ആങ്ങളെയും പെങ്ങളും കൂടെ തീരുമാനിച്ചാൽ മതിയോ? ഇനി ദത്തന്റെ ജീവിതത്തിൽ പാർവതി എന്നൊരു പെണ്ണില്ല. ഇറങ്ങിപ്പോകണം ഈ മുറ്റത്ത് നിന്ന് ഇപ്പോ. ദത്തൻ അത് പറയുമ്പോൾ ദേഷ്യത്തിൽ വിറയ്ക്കായിരുന്നു. അയാൾ ഒന്നും മിണ്ടാതെ ആ മുറ്റത്ത് നിന്ന് ഇറങ്ങിപ്പോയി, മനസ്സിൽ പല കാര്യങ്ങളും ഉറപ്പിച്ചുകൊണ്ട്. നിന്നോട് ആരടി കണ്ണി കണ്ടവരുടെയൊക്കെ അകത്ത് വിളിച്ചു കയറ്റാൻ പറഞ്ഞത്? ദത്തൻ ദേഷ്യത്തിൽ ചോദിച്ചു. ഞാൻ വിളിച്ചകത്ത് കയറ്റിയതല്ല, അയാൾ തന്നെ കയറി വന്നതാ. ആരയാള്? എന്തിനു നിന്നെ കാണാമെന്ന്? അവൻ എൻ്റെ ഒരു റിലേറ്റീവ് ആണ്. ആരെ പാർവതി? നിങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞാണോ? കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ അതകത്ത് കയറിപ്പൊടി. ഇല്ല, എനിക്കറിയണം ദത്ത, നീ ശരിക്കും ആരാ? നിനക്ക് വേറെ വീടും കുടുംബൊക്കെ ഉണ്ടോ? പിന്നെന്തിനാ നീ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് താമസിക്കണേ? അവന് മുന്നിലായി നിന്നോണ്ട് പറഞ്ഞു ചോദിച്ചു. എന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ നീ വരണ്ട, മാറി നിക്കടി. അവളെ സൈഡിലേക്ക് തള്ളിക്കൊണ്ട് ദത്തനകത്തേക്ക് കയറിപ്പോയി. ഞാൻ ഇടപെടാൻ വരും ദത്ത. നിനക്ക് എന്റെ കാര്യത്തിൽ ഇടപെടാമെങ്കിൽ എനിക്ക് നിന്റെ കാര്യത്തിൽ ഇടപെടാം. പറഞ്ഞ നീ വെറുതെ വഴക്കിന് വരാതെ നിന്റെ കാര്യം നോക്ക് പോയിട്ട്. ഇല്ല ഇല്ല ഇല്ല, നീ ആരാണെന്ന് എനിക്ക് അറിയണം. ഞാൻ ദേവദത്തൻ, ഈ നാട്ടിലെ അടിയും തല്ലുമായി നടക്കുന്നവൻ. ഇനി എന്താ നിനക്ക് അറിയണ്ടേ? എന്താ നിനക്ക് ജോലി? വെറും ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നതിന്റെ അക്കൗണ്ടിൽ എങ്ങനെയാ ലക്ഷക്കണക്കിന് പൈസ വന്നേ? ഇതൊക്കെ അന്വേഷിക്കാൻ നീ ആരടി? അത് നിനക്കറിയില്ലേ ദത്ത? ഞാൻ നിന്റെ ഭാര്യ. എന്നേക്കാൾ നിന്റെ മേൽ ഈ ലോകത്ത് വേറെ ആർക്കാ എത്ര അവകാശമുള്ളേ? അത് നീ അങ്ങ് സ്വയം തീരുമാനിച്ച മതിയോ? ഭാര്യ എന്ന അവകാശം എന്റെ മേൽ കാണിക്കാമെന്നാ എന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കും. നിനക്ക് ഇതെത്തണ ശരിക്കും അറിയില്ല. അതെ, എനിക്ക് നിങ്ങളെ അറിയില്ല. നിന്നെപ്പോലെ ഒരു തെമ്മാടിയുടെ കൂടെ വന്നത് എന്റെ തെറ്റ്. എന്നാ പോവടി എങ്ങോട്ടാന്ന് വെച്ചാ ഇറങ്ങിപ്പോ. നിന്നിവിടെ ആരും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ലല്ലോ. അതെ, പോവുക തന്നെ ചെയ്യും. തന്നെ പോലെ ഒരു തെമ്മാടിയെ നന്നാക്കാൻ ശ്രമിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ. താനൊന്നും ഒരിക്കലും നന്നാവില്ല. തനിക്കൊന്നും സ്നേഹത്തിന്റെ വില അറിയില്ല. അതേടി, എനിക്ക് സ്നേഹത്തിന്റെ വില അറിയില്ല. നീ ആയിട്ട് പഠിപ്പിച്ചു തരാനും നിക്കണ്ട. നിൽക്കണില്ല. 1 മാസത്തിനുള്ളിൽ ഇവിടെ നിന്ന് ഞാൻ പോയിരിക്കും. അല്ലെങ്കിൽ 4-5 വർഷം കാത്തിരുന്ന ഒരു പെണ്ണിന്റെ സ്നേഹം മനസ്സിലാക്കാതെ നിങ്ങൾക്ക് 4 ആഴ്ചകളുടെ പരിചയം പോലും ഇല്ലാത്ത എന്റെ സ്നേഹം എങ്ങനെ മനസ്സിലാവാനാ? അത് കേട്ട് ദത്തൻ ഒരു നിമിഷം മറുപടി പോലും പറയാനാവാതെ തറഞ്ഞു നിന്നു. നീ കള്ളു കുടിക്കേ, അടിക്കും വഴക്കിനും പോവേ, എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഞാൻ ഇനി അതൊന്നും അന്വേഷിക്കാൻ വരില്ല. ഇനി ദേവദത്തിന് ദേവദത്തിന്റെ വഴി, വർണ്ണയ്ക്ക് വർണ്ണയുടെ വഴി. അത് പറഞ്ഞ് അവൾ ദേഷ്യത്തിൽ റൂമിനുള്ളിൽ കയറി വാതിലടച്ചു. ദത്തനും ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കരഞ്ഞു പറഞ്ഞ് എപ്പോഴും ഉറങ്ങിപ്പോയി. രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് അവൾ കോളേജിൽ പോകാൻ റെഡിയായി. ഇറങ്ങാൻ നേരം ദത്തൻ ഉമ്മറത്തെ ചെയറിൽ ഫോൺ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അവനെ കണ്ടതും വർണ്ണ ബാഗ് തുറന്ന് അവൻ ഇന്നലെ തന്ന ATM കാർഡ് തിണ്ണയിൽ വെച്ചു. 10,000 രൂപ എടുത്തിരുന്നു, അത് ഞാൻ ഉടനെ തിരിച്ചു തരും. അവന്റെ മുഖത്ത് പോലും നോക്കാതെ വർണ്ണ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അനുവും വേണിയും ക്ലാസ്സിൽ വരുമ്പോ വർണ്ണ ബെഞ്ചിൽ തലവെച്ച് കിടക്കായിരുന്നു. വർണ്ണ മോളെ, നീ നേരത്തെ എത്തിയോ? അവർ രണ്ടുപേരും വർണ്ണയുടെ ഇരു സൈഡിലായി ഇരുന്നു. അവളൊന്ന് മൂളി. നിനക്കെന്ത് പറ്റി? മുഖമൊക്കെ വല്ലാണ്ടിരിക്കണേ. നീ കരഞ്ഞോ വർണ്ണേ? വേണി ചോദിച്ചു. ഇല്ല. സത്യം പറയടി, എന്താ പറ്റിയേ? അനു ശബ്ദം ഉയർത്തി ചോദിച്ചു. വർണ്ണ അവർ ഇരുവരെയും കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. എന്താ പറഞ്ഞു മോളെ, എന്താ പറ്റിയേ? വർണ്ണ ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. ഇതായിരുന്നു കാര്യം. നീ കരയാതെ, ഞങ്ങളത് എന്നോട് സംസാരിക്കാം. വേണ്ട, അവനോട് ഇനി എനിക്കൊന്നും പറയാനില്ല. ആ വീട്ടിൽ എനിക്കിനി നിൽക്കണ്ട. ശരി, നമുക്ക് വല്ല ഹോസ്റ്റലിൽ ഒഴിവുണ്ടോ എന്ന് നോക്കാം. നിനക്ക് ആ വീട്ടിൽ നിൽക്കണ്ടെങ്കിൽ വേണ്ട,
നീ ആദ്യം കരച്ചിൽ നിർത്ത്. പക്ഷെ എന്നിട്ടും വർണ്ണ കരച്ചിൽ നിർത്തുന്നില്ല. വർണ്ണ സത്യം പറ, നിന്റെ പ്രശ്നം എന്താണ്? ആ വീട്ടിൽ നിൽക്കുന്നതാണോ അതോ ദേത്തേട്ടൻ അങ്ങനെ പറഞ്ഞതാണോ? വേണു ചോദിച്ചു. അവനെന്ത് പറഞ്ഞാലും എനിക്കെന്താ? അതിന് അവൻ എൻ്റെ ആരാ? നിനക്ക് ദേത്തേട്ടനെ ഇഷ്ടാണല്ലേ? അല്ല. മുഖത്ത് നോക്കി ഉത്തരം പറയടി. അവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് വേണി ചോദിച്ചതും വർണ്ണ അവളെ കെട്ടിപ്പിടിച്ചു. എനിക്കിഷ്ട വേണി ദത്തനെ. എപ്പോഴാണ് എന്നൊന്നും എനിക്കറിയില്ല. അവന് ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ വേണം. പക്ഷെ അവൻ എന്നോടൊരു തരി പോലും സ്നേഹമില്ല. അവൾ കരഞ്ഞോണ്ട് പറഞ്ഞു. നീ ഇങ്ങനെ കരയാതെ പെണ്ണെ. ദത്തേനോട് നിന്നെ സ്നേഹമില്ല എന്ന് ഉറപ്പിക്കാൻ വരട്ടെ. ഇനി ചിലപ്പോൾ ഇഷ്ടമുണ്ടെങ്കിലോ? ഇല്ല, അവനെന്നെ ഇഷ്ടല്ല. അതല്ലേ എന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞ്. അതപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞാണെങ്കിലോ? അതേ പറഞ്ഞേ, നീ ഒരു മാസം സമയം പറഞ്ഞത് നന്നായി. ഈ ഒരു മാസം മതി നമുക്ക് ദത്തേൻ്റെ സ്നേഹം പുറത്തു കൊണ്ടുവരാൻ. ഇനി അങ്ങനെ ഒരു സ്നേഹം ഇല്ലെങ്കിലോ? ഡി പാരട്ടെ പെണ്ടി, നീ ഇങ്ങനെ നെഗറ്റീവ് അടിച്ച എന്റെ തനി സ്വഭാവം നീ അറിയൂട്ടാ. അനു ദേഷ്യത്തിൽ പറഞ്ഞു. കുറച്ചു നേരം കൊണ്ട് തന്നെ അവർ പറഞ്ഞ സങ്കടങ്ങൾ മാറ്റിയെടുത്തിരുന്നു. ഡി പെണ്ണെ, നിന്റെ സങ്കട ദൂരം മാറിയില്ലേ? ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വേണു ചോദിച്ചു. എനിക്കെന്താ വയറുവേദനിക്കണ പോലെ. അതെന്താ വയറുവേദന? രാവിലെ ഒന്നും കഴിച്ചില്ലേ? ഡേറ്റ് ആവാറായി, അതായിരിക്കും. വീട്ടിൽ പോണു പറഞ്ഞ മോളെ? ഏയ് വേണ്ട, ഇപ്പൊ ഉച്ചയായില്ലേ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവർ 3 പേരും ക്ലാസ്സിലേക്ക് നടന്നു. ദത്തൻ വണ്ടിയിൽ കവല വഴി പോകുമ്പോഴാണ് ബസ് സ്റ്റോപ്പിൽ വർണ്ണയിരിക്കുന്നത് കണ്ടത്. അവളെ മൈൻഡ് ചെയ്യാതെ ദത്തൻ മുന്നോട്ട് പോയി. ഇന്നലത്തെ വഴക്കിന്റെ ദേഷ്യത്തിൽ വീട്ടിൽ വരാതെ ഇരിക്കുന്നതായിരിക്കും. എത്ര നേരം ഇവിടെ ഇരിക്കുന്ന എനിക്കെന്നറിയണല്ലോ. അവൻ മനസ്സിൽ പറഞ്ഞ് ജിത്തുവിന്റെ വീട്ടിലേക്ക് വന്നു. ജിത്തുവും ദത്തനെ പോലെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പുഴയ്ക്കരികിലുള്ള ഒരു പാറപ്പുറത്താണ് അവന്റെ വീട്. മിക്ക ഞായറാഴ്ചകളിലും കൂട്ടുകാരെല്ലാവരും ഒരുമിച്ച് കൂടുന്നത് ഇവിടെയാണ്. വർണ്ണ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ദത്തന്റെ വീട്ടിലെല്ലാവരും കൂടെ കൂടാറുണ്ട്. അവൾ വന്നതോടുകൂടെ അവർ ജിത്തുവിന്റെ വീട്ടിലേക്ക് മാറി. നീ എന്താ ദത്ത ഒന്നും മിണ്ടാതിരിക്കണേ? ഒന്നുമില്ല, ഞാൻ ഇപ്പൊ വരാം, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. അത് പറഞ്ഞ ദത്തൻ വണ്ടി എടുത്തു പോയി. ഇവനിതെന്താ പറ്റിയേ? അവൻ പോകുന്ന നോക്കി ജിത്തു പറഞ്ഞു. ദത്തൻ തിരികെ വരുമ്പോഴും വർണ്ണ അതേ ഇരിക്കുകയാണ്. ബസ് സ്റ്റോപ്പിലെ തൂണിച്ചാരി കണ്ണടച്ചാണ് ഇരിക്കുന്നത്. അവളെ നുറക്കി കുറച്ചപ്പുറത്തായി 2-3 ചെക്കന്മാർ നിൽക്കുന്നുണ്ട്. അത് കണ്ടതും ദത്തൻ അവിടെ നിന്നും പോയി. ഡി, വീട്ടിൽ കിടന്നുറങ്ങുന്ന സ്ഥലം കഴിഞ്ഞിട്ടാണ് ഇവിടെ കിടന്നുറങ്ങണേ? അവൻ ദേഷ്യത്തിൽ ചോദിച്ചും വർണ്ണ കണ്ണു തുറന്നു. അവൾ നിറമൊഴികളോടെ ദത്തന്റെ അറയിലൂടെ ചുറ്റിപ്പിടിച്ച് അവന്റെ വയറിലേക്ക് മുഖം ചേർത്തു. എന്താ പറഞ്ഞ? എന്താ പറ്റിയേ? എനിക്ക് വയ്യ ദത്ത. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും ദത്തൻ അവളെ തന്നെ നടത്തി മാറ്റി. എന്താ കുഞ്ഞെ, എന്തിനെങ്ങനെ കരയണേ? അവൻ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു. വയറുവേദനിക്കുക, നടുവേദനിക്കുന്നുണ്ട്, എനിക്ക് നടക്കാൻ കൂടെ വയ്യ. നിഷ്കളങ്കയായി പറയുന്ന അവളെ കണ്ടതും ദത്തൻ അവളെ ചേർത്ത് പിടിച്ചു. പീരീഡ്സ് ആണോ? വാ, ഇവിടെ ഇരിക്കണ്ട, വീട്ടിൽ പോവാം. അവൻ വർണ്ണയെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു. അവൻ ബുള്ളറ്റിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പിന്നിലായി വർണ്ണയും കയറി. വീടെത്തുന്നവരെ അവൾ ദത്തന്റെ പുറത്ത് തല ചാരി ഇരിക്കുകയായിരുന്നു. വീട്ടിലെത്തിയതും ദത്തൻ തന്നെ അവളെ ചേർത്ത് പിടിച്ച് ബെഡിൽ കൊണ്ടുവന്നിരുത്തി. കുളിച്ചിട്ട് വാ. അലമാരയിൽ നിന്ന് അവളുടെ ഡ്രസ്സ് എടുത്തുകൊണ്ട് ദത്തൻ തന്നെ അവളെ ബാത്റൂമിലേക്ക് ആക്കി കൊടുത്തു. അവൾ കുളിക്കാൻ കയറിയതും ദത്തൻ കുറച്ചു മാറിയെന്ന് ജിത്തുവിനെ വിളിച്ചു. എടാ, ഈ വയറുവേദന പെട്ടെന്ന് മാറാൻ എന്താ ചെയ്യാ? വയറുവേദന മാറാൻ ഒരടാറായിട്ടുണ്ടടാ. നല്ല വോഡ്കയിൽ 4-5 പച്ചമുളകും ഇച്ചിരി ഇഞ്ചിയിട്ട് കുലുക്കിയെടുക്കുക. അതിലേക്ക് ഇത്തിരി ഐസും ക്യൂബും കൂടി ഇടുക. ഒറ്റ വലിക്ക് കുടിച്ച 10 മിനിറ്റ് കൊണ്ട് വയറുവേദന ഇന്ത്യ അടക്കും. എടാ പൊട്ട, ഇതെനിക്കല്ല വിളിക്ക. ഓ, വർണ്ണയ്ക്കാണോ? അത് വല്ല ഗ്യാസിന്റെ ആയിരിക്കും. മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിച്ചാൽ അവർ ഗ്യാസിന്റെ ഗുളിക തരും, അത് കഴിച്ചാൽ മതി.
എടാ ഇത് ഗ്യാസിന്റെ വയറുവേദനയല്ല, വേറെ വയറുവേദനയാ. പിന്നെ എന്ത് വയറുവേദനയാ? എടാ മറ്റത്. എടാ തെത്ത, നീ പനി പറ്റിച്ചല്ലേ? ഇതിനായിരുന്നാ നീ ഇവിടെ നിന്നും കുറ്റിയും പറിച്ചു ഓടിയത്? നിന്നെ താങ്ങാനുള്ള ശേഷി എന്നാ പെങ്കൊച്ചിന് ഇല്ലടാ. വെച്ചിട്ട് പോടാ റേഷ് മോനെ. അവൻ ദേഷ്യത്തിൽ കോള് കട്ട് ചെയ്തു. ഒന്നാലോചിച്ചതിന് ശേഷം കോകിലയെ വിളിച്ചു. ഡി, ഈ വയറുവേദന മാറാൻ എന്താ ചെയ്യാ? ആർക്കാ, നിന്റെ കെട്ടിയൊക്കെയാണോ? പീരീഡ്സ് ആണോ? അതെ. നീ വീട്ടിലേക്ക് വാ, ഞാൻ ഒരു കഷായം ഉണ്ടാക്കി തരാം, അത് കുടിച്ച വേദനയെല്ലാം മാറും. ശരി, ഞാൻ വരാം. അത് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്തു. ആദ്യമേ വിളിച്ചാൽ മതിയായിരുന്നു ഇവളെ. ഇനി ആ ജിത്തേണ്ടിക്ക് കളിയാക്കാൻ ഇത് മതി കോപ്പ്. ദത്തം പെറുപെറുത്തു. കുറച്ചു കഴിഞ്ഞും പറഞ്ഞ കുളി കഴിഞ്ഞിറങ്ങി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കുളി കഴിഞ്ഞ തല നന്നായി തോർത്തണമെന്ന്? അത് പറഞ്ഞ അവളുടെ കയ്യിലെ തോർത്ത് വാങ്ങി ദത്തൻ തല ഓർത്തി കൊടുത്തു. പറഞ്ഞ ഒരു നിമിഷം അവനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. നീ ഇങ്ങനെ കരയാതെ പെണ്ണ്, കരഞ്ഞിറങ്ങി ഇനി തലവേദന കൂടെ വരുത്തണ്ട. ദത്തൻ അവളുടെ കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു. താൻ കരയായിരുന്നു എന്ന് പറഞ്ഞയ്ക്ക് അപ്പോഴാണ് മനസ്സിലായത്. ദത്തൻ തന്നെ പിടിച്ച് അവളെ ബെഡിൽ കൊണ്ടുപോയി കിടത്തി. നീ റെസ്റ്റ് എടുക്ക്, ഞാൻ ഇപ്പം വരാം. പൂവല്ലേ ദത്ത? അവൾ അവൻ്റെ കൈ പിടിച്ചോണ്ട് പറഞ്ഞു. ഇല്ലടാ, ഞാൻ ഇപ്പം വരാം, വയറുവേദന മാറണ്ടേ, ഞാൻ മരുന്ന് വാങ്ങിയിട്ട് വേഗം വരാം. വാതിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് ദത്തൻ കോകിലയുടെ വീട്ടിലേക്ക് പോയി. 15 മിനിറ്റ് കഴിഞ്ഞതും അവൻ മരുന്നുമായി തിരികെ വന്നു. പറഞ്ഞേ, ഇത് കുടിച്ചേ, വേഗം വയറുവേദന മാറും. കോകില കൊടുത്തയച്ച കഷായം അവൻ ഒരു ഗ്ലാസ്സിലാക്കി വർണ്ണയ്ക്ക് നൽകി. വർണ്ണ അത് വാങ്ങി കുടിച്ചതും അവളുടെ മുഖം ചുളിഞ്ഞു. ഇതെന്തൊരു കയ്പാ, നോക്കട്ടെ. അത് പറഞ്ഞ ദത്തൻ അത് വാങ്ങി കുറച്ച് കുടിച്ചു നോക്കി. പറഞ്ഞ പോലെ നല്ല കയ്പുണ്ടായിരുന്നു. സാരമില്ല, വേദന മാറാനല്ലേ, ഒറ്റ വലിക്ക് കുടിച്ചേക്കാം അങ്ങോട്ട്. പറഞ്ഞ അത് ഒറ്റ വലിക്ക് തന്നെ കുടിച്ചു. ഇത് കുടിച്ചിട്ടും കുറവില്ലെങ്കിൽ നമുക്ക് ടാബ്ലറ്റ് എടുക്കാം, കിടന്നോ. ദത്തൻ അവളെ ബെഡിലേക്ക് കിടത്തി. രാത്രി ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോഴാണ് പറഞ്ഞ പിന്നെ എണീറ്റത്. എനിക്കൊന്നും വേണ്ട ദത്ത, വിശക്കണില്ല. അത് പറ്റില്ല, നല്ല ചൂട് കഞ്ഞി, വേഗം കുടിച്ചിട്ട് കിടന്നോ. അവൻ പറഞ്ഞതനുസരിച്ച് അവൾ കഞ്ഞി കുടിച്ചു. രാത്രി വയ്യെങ്കിൽ വിളിച്ചോട്ടോ. താഴെ ബെഡ്ഷീറ്റ് വിരിച്ചുകൊണ്ട് ദത്തൻ പറഞ്ഞു. ദത്ത, ഒന്ന് വാ. ദത്തൻ ബെഡിൽ അവളുടെ അടുത്തായി വന്നിരുന്നു. എന്താ പറഞ്ഞ? നിനക്ക് എന്നോട് ദേഷ്യമല്ലേ? എന്തിന്? ഇന്നലെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. ഏയ്, ഞാനതൊക്കെ ഇന്നലെ തന്നെ മറന്നു. സത്യമായിട്ടും? അവൾ വിശ്വാസം വരാതെ ചോദിച്ചു. സത്യമായിട്ടും. എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിച്ചാ നീ അനുസരിക്കുമോ? എന്താ കാര്യം? ആദ്യം അനുസരിക്കുമെന്ന് പറ. അനുസരിക്കാം. പിങ്കി പ്രോമിസ്? അവൾ ചെറുവിരൽ നീട്ടിക്കൊണ്ട് ചോദിച്ചു. പിങ്കി പ്രോമിസ്. അവളുടെ ചെറുവിരൽ തൻ്റെ ചെറുവിരൽ പിടിച്ചുകൊണ്ട് തന്നെ ദത്തൻ പറഞ്ഞു. നീ ഇവിടെ എൻ്റെ അടുത്ത് കിടക്കോ? അത് കേട്ടതും ബെഡിൽ നിന്ന് എണീറ്റു. നീ എനിക്ക് പിങ്കി പ്രോമിസ് ചെയ്തതാട്ടോ, അത് തെറ്റിച്ച ദൈവം ശിക്ഷിക്കും. ദത്തൻ ഒന്നും മിണ്ടാതെ ചെന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് അവളുടെ അരികിൽ വന്ന് കിടന്നു. അപ്പോൾ ഇന്നത്തെ പാട്ട് കഴിഞ്ഞു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. എൻ്റെ ദത്തൻ അങ്ങനെയൊന്നും അല്ല ഹേ. അതുകൊണ്ട് ദത്തന് പറഞ്ഞോട് ഈ മുഹബത്ത്, പ്രണയം, ലവ് ഇതൊക്കെയാണെന്ന് ആരും കരുതണ്ട കേട്ടോ. ചുമ്മാ ജസ്റ്റ് കെയറിങ് മാത്രമാണ്. എന്നാൽ ബൈ, പോവാണേ.